ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ടിംബറിന്റെ പാർട്ട് 4 ക്വിക്ക് റിവിഷൻ സീരീസ് ആണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ക്വിക്ക് റിവിഷൻ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് കം ബാക്ക്. സോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടിംബറിന്റെ പാർട്ട് 4 ക്വിക്ക് റിവിഷൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിസർവേഷൻ ഓഫ് ടിംബർ, മാർക്കറ്റ് ഫോംസ് ഓഫ് ടിംബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോംസ് ഓഫ് ടിംബർ. So let's see them one by one. Preservation of timber. Protecting timber from fungi and insect attack so that its life is increased is preservation of timber. ടിംബറിനെ ഫംഗൈ അറ്റാക്കിൽ നിന്നും ഇൻസെക്ട് അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യുക എന്നതാണ് പ്രിസർവേഷൻ ഓഫ് ടിംബർ. 6 ടൈപ്പ് ഓഫ് പ്രിസർവേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ASU ട്രീറ്റ്മെന്റ്, കെമിക്കൽ സോൾട്ട്, കോൾ ടാർ, ക്രിയോസോട്ട് ഓയിൽ പെയിന്റ്സ് ആൻഡ് സോളിഗ്നം പെയിന്റ്സ്. Cheapest way of protecting timber is application of tar. Tar application ആണ് ടിംബറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള cheapest way. Tarring is made only for the unimportant structures like fence poles. Fence poles പോലത്തെ unimportant structuresലാണ് ടാറിംഗ് നടത്തുന്നത്. Process in which hot coal tar is applied to timber with brush is tarring. ഹോട്ട് കോൾ ടാർ ബ്രഷ് യൂസ് ചെയ്ത് ടിംബറിൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാറിംഗ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ പെയിന്റ് വിച്ച് പ്രൊട്ടക്ട്സ് ദ ടിംബർ ഫ്രം ദ അറ്റാക്ക് ഓഫ് ടെർമൈറ്റ്സ് ഇസ് സോളിഗ്നം പെയിന്റ്. ടെർമൈറ്റ് അറ്റാക്കിൽ നിന്നും ടിംബറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്പെഷ്യൽ പെയിന്റ് ആണ് സോളിഗ്നം പെയിന്റ്. കെമിക്കൽ സോൾട്ട്സ് യൂസ് ഫോർ പ്രിസർവേഷൻ ഇസ് കോപ്പർ സൾഫേറ്റ്, മെർക്കുറി ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ് ആൻഡ് സോഡിയം ഫ്ലൂറൈഡ്. Creosote oil is obtained by distillation of coal tar. കോൾ ടാറിൽ ഡിസ്റ്റിലേഷൻ പ്രോസസ് സംഭവിക്കുമ്പോഴാണ് ക്രിയോസോട്ട് ഓയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്രിയോസോട്ട് ഓയിൽ ഇസ് മെയിൻലി യൂസ് ഫോർ ടിംബർ പൈൽസ്. ടിംബർ പൈൽസിലാണ് ക്രിയോസോട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ASU treatment is a 5 chemical combination and ASU is arsenic pentaoxide copper sulfate. ASU 5 chemical combination reaction ആണ് and ASU treatment is used for preserving wood against termites. വുഡിനെ ടെർമൈറ്റ് അറ്റാക്കിൽ നിന്നും പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ASU ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ASU ട്രീറ്റ്മെന്റ് ഇസ് ഡെവലപ്ഡ് ബൈ ദ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ASU ട്രീറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്തത്. സർ ഏബിൾസ് പ്രോസസ് ഇസ് യൂസ് ഫോർ മേക്കിംഗ് വുഡ് ഫയർ റെസിസ്റ്റന്റ്. വുഡിനെ ഫയർ റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സർ ഏബിൾസ് പ്രോസസ് യൂസ് ചെയ്യുന്നത്. ഫയർ റിട്ടാർഡന്റ് കോട്ടിംഗ് ഫോർ വുഡ് ആൻഡ് ടിംബർ കൺസ്ട്രക്ഷൻ ഇസ് ആന്റിപൈറിൻ. വുഡിനെ ഫയർ റിട്ടാർഡന്റ് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതും ടിംബർ കൺസ്ട്രക്ഷനും യൂസ് ചെയ്യുന്നതാണ് ആന്റിപൈറിൻ. ക്വിക്ക് റിവിഷൻ സീരീസിന്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിന്റെ കൂടെ നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. Woods which are liable to crack, split and warp are called refractory woods. Cracking, splitting and warping വിധേയമാകുന്ന വുഡ്സിനെയാണ് റിഫ്രാക്ടറി വുഡ്സ് എന്ന് പറയുന്നത്. സ്ലോ സീസണിംഗ് ഇസ് ഡൺ ഇൻ റിഫ്രാക്ടറി വുഡ്സ്. റിഫ്രാക്ടറി വുഡ്സിൽ സ്ലോ സീസണിംഗ് പ്രോസസ് ആണ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ റിഫ്രാക്ടറി വുഡ്സ് ഇസ് Axlewood and sal. Woods which are moderately liable to splitting and cracking during seasoning are called medium refractory. സീസണിംഗിന്റെ സമയത്ത് മോഡറേറ്റ് ആയിട്ട് സ്പ്ലിറ്റിങ്ങോ ക്രാക്കിങ്ങോ നടക്കുന്ന വുഡ്സിനെയാണ് മീഡിയം റിഫ്രാക്ടറി വുഡ്സ് എന്ന് പറയുന്നത്. മോഡറേറ്റ് സീസണിംഗ് ഇസ് ഡൺ ഇൻ മീഡിയം റിഫ്രാക്ടറി വുഡ്സ്. മീഡിയം റിഫ്രാക്ടറി വുഡ്സിൽ മോഡറേറ്റ് സീസണിംഗ് പ്രോസസ് ആണ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ മീഡിയം റിഫ്രാക്ടറി വുഡ്സ് ഇസ് മാംഗോ ആൻഡ് ടീക്ക്. Woods which are capable of withstanding rapid seasoning is non-refractory woods. Rapid seasoning ne withstand ചെയ്യാൻ പറ്റുന്ന വുഡ്സിനെയാണ് non-refractory woods എന്ന് പറയുന്നത് and examples for non-refractory woods is deodar and simul. Market forms of timber. The trunk of a dead tree obtained after the removal of branches is called a log. ഡെഡ് ട്രീയിൽ നിന്നും ബ്രാഞ്ചസ് എല്ലാം റിമൂവ് ചെയ്തതിനു ശേഷം കിട്ടുന്ന വുഡിനെയാണ് ലോഗ് എന്ന് പറയുന്നത്. Roughly square-shaped piece of timber obtained by removing the bark and sapwood from the timber log is bulk. Timber logil നിന്നും ബാർക്കും സാപ്വുഡും റിമൂവ് ചെയ്തതിനു ശേഷം കിട്ടുന്ന സ്ക്വയർ-ഷേപ്ഡ് പീസ് ഓഫ് ടിംബറിനെയാണ് ബാൾക്ക് എന്ന് പറയുന്നത്. Dimensions of bulk is cross-sectional dimensions of bulk are greater than 50 mm by 50 mm
and its length may be greater than 200 mm. Bulkന്റെ dimension, cross-sectional dimension 50 mm by 50 mm കാട്ടിയും കൂടുതലും length 200 mm കാട്ടിയും കൂടുതലായിരിക്കും. Piece of timber which is rectangular in its cross-section and its thickness lies between 50 to 100 mm and breadth varies from 125 mm to 175 mm is batten. ഒരു ടിമ്പർ പീസ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനും അതിൻ്റെ തിക്നെസ് 50 to 100 mm വരെ വേരി ചെയ്യുന്നതും അതിൻ്റെ ബ്രെഡ്ത്ത് 125 mm to 175 mm വരെ വേരി ചെയ്യുന്നതുമാണെങ്കിൽ അത് ബാറ്റൺ. പീസ് ഓഫ് ടിമ്പർ whose thickness is less than 50 mm and breadth is greater than 50 mm is plank. ഒരു ടിമ്പർ പീസ് അതിൻ്റെ തിക്നെസ് 50 mm കാട്ടിയും കുറവും ബ്രെഡ്ത്ത് 50 mm കാട്ടിയും കൂടുതലാണെങ്കിൽ അത് പ്ലാങ്ക്. A timber is called board when its thickness is less than 50 mm and breadth is greater than 150 mm. ടിമ്പറിനെ ബോർഡ് എന്ന് പറയുന്നത് എപ്പോഴാ അതിൻ്റെ തിക്നെസ് 50 mm കാട്ടിയും കുറവും അതിൻ്റെ ബ്രെഡ്ത്ത് 150 mm കാട്ടിയും കൂടുതലാകുമ്പോൾ. Industrial forms of wood. Thin layers of wood which are obtained by cutting the wood with sharp knife in rotary cutter is veneer. Rotary cutteril sharp knife use ചെയ്ത് വുഡിനെ കട്ട് ചെയ്ത് thin layers of wood ആക്കി മാറ്റും. ഈ thin layers of woodനെയാണ് veneer എന്ന് പറയുന്നത്. Process of combining several veneer, thus making it a thick layer and gluing it to the inferior wood is veneering. Few veneers എടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്തൊരു തിക്ക് ലെയർ ആക്കി മാറ്റും. ഈ തിക്ക് ലെയറിനെ ഇൻഫീരിയർ ക്വാളിറ്റി വുഡിലേക്ക് വെച്ച് ഗ്ലൂ ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് വെനീറിംഗ് എന്ന് പറയുന്നത്. ബോർഡ് ഒബ്റ്റെയിൻ ബൈ ആഡിംഗ് തിൻ ലെയർസ് ഓഫ് വുഡ് ഓർ വെനീസ് ഓൾട്ടർനേറ്റീവ്ലി ഓൺ വൺ അബവ് ഈച്ച് അതർ ഇസ് പ്ലൈവുഡ്. തിൻ ലെയർസ് ഓഫ് വുഡും വെനീർസും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് കിട്ടുമ്പോഴുള്ള ബോർഡിനെ പറയുന്നതാണ് പ്ലൈവുഡ്. Plywood is designated by its thickness. Boards are made up of veneers and wood fibers. Vegetable fibers is fiber board. വെനീസും വുഡ് ഫൈബേഴ്സും വെജിറ്റബിൾ ഫൈബേഴ്സും വെച്ചുണ്ടാക്കുന്ന ബോർഡിനെ പറയുന്നതാണ് ഫൈബർ ബോർഡ്. ഫൈബർ ബോർഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് റീകൺസ്ട്രക്റ്റഡ് വുഡ്. ഫൈബർ ബോർഡ്സിന്റെ മറ്റൊരു പേരാണ് റീകൺസ്ട്രക്റ്റഡ് വുഡ്. തിൻ ലെയർസ് ഓഫ് വുഡ് ഓർ വെനീസ് ആർ ടേക്കൻ ആൻഡ് ഡിപ്ഡ് ഇൻ എ റെസിൻ സൊല്യൂഷൻ ഇസ് ഇംപ്രഗ്ഡ് ടിമ്പർ. തിൻ ലെയർസ് ഓഫ് വുഡോ വെനീസോ ഒരു റെസിൻ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് കിട്ടുന്നതാണ് ഇംപ്രഗ്ഡ് ടിമ്പർ. ക്വിക്ക് റിവിഷൻ സീരീസിന്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിന്റെ കൂടെ നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റെസിൻ യൂസ് ഫോർ ഇംപ്രഗ്ഡ് ടിമ്പർ ഇസ് ഫീനോൾ ഫോർമാൽഡിഹൈഡ്. ഇംപ്രഗ്ഡ് ടിമ്പറിൽ യൂസ് ചെയ്യുന്ന റെസിനാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ്. സിമിലർ ടു ഇംപ്രഗ്ഡ് ടിമ്പർ ബട്ട് ക്യൂർഡ് അണ്ടർ പ്രഷർ കണ്ടീഷൻസ് ഇസ് കംപ്രഗ്ഡ് ടിമ്പർ. ഇംപ്രഗ്ഡ് ടിമ്പറിനെ പോലെ തന്നെയാണ്, പക്ഷെ ക്യൂറിംഗ് നടത്തിയിരിക്കുന്നത് പ്രഷർ കണ്ടീഷൻസിലാണെങ്കിൽ അത് കംപ്രഗ്ഡ് ടിമ്പർ. വുഡ് പൾപ്പ് ഇസ് കംപ്രസ്ഡ് വിത്ത് സം പ്രഷർ ആൻഡ് മെയ്ഡ് ഇൻ ടു സോളിഡ് ബോർഡ്സ് നോൺ ആസ് ഹാർഡ് ബോർഡ്. പ്രഷർ അപ്ലൈ ചെയ്ത് വുഡ് പൾപ്പിനെ കംപ്രസ് ചെയ്ത് സോളിഡ് ബോർഡ് ആക്കി മാറ്റും. ഇതിനെയാണ് ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത്. സോളിഡ് വുഡ് വെനീസ് ആർ ഗ്ലൂഡ് ടു ഫോം ഷീറ്റ്സ് ആൻഡ് ദെൻ ലാമിനേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ റെസിൻസ് ഇസ് ഗ്ലൂ ലാം. സോളിഡ് വുഡ് വെനീസിനെ ഗ്ലൂ ചെയ്ത് ഷീറ്റ് ആക്കി മാറ്റും. എന്നിട്ട് സ്യൂട്ടബിൾ റെസിൻസ് യൂസ് ചെയ്ത് ലാമിനേറ്റ് ചെയ്യും. ഇതാണ് ഗ്ലൂ ലാം. ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ ടിമ്പർ വിച്ച് ആർ മെയ്ഡ് ഓഫ് വുഡ് പാർട്ടിക്കിൾസ് ഓർ റൈസ് ഹസ്ക് ആഷ് or baggage is chipboard. വുഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ റൈസസ്ക് ആഷോ അല്ലെങ്കിൽ ബാഗേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയൽ ടിമ്പർ ആണ് ചിപ്പ് ബോർഡ്. ചിപ്പ് ബോർഡ് ഇസ് ഓൾസോ നോൺ ആസ് പാർട്ടിക്കിൾ ബോർഡ്. ചിപ്പ് ബോർഡിന്റെ മറ്റൊരു പേരാണ് പാർട്ടിക്കിൾ ബോർഡ്. ബോർഡ് കണ്ടെയ്നിങ് കോർ മെയ്ഡ് ഓഫ് വുഡ് സ്ട്രിപ്സ് ഇസ് ബ്ലോക്ക് ബോർഡ്. വുഡ് സ്ട്രിപ്സ് കൊണ്ടുണ്ടാക്കുന്ന ബോർഡിനെ പറയുന്നതാണ് ബ്ലോക്ക് ബോർഡ്. കോർ ഓഫ് ബ്ലോക്ക് ബോർഡ് ഇസ് കവേർഡ് വിത്ത് വെനീസ്. ബ്ലോക്ക് ബോർഡിന്റെ കോർ കവർ ചെയ്തിരിക്കുന്നത് വെനീസ് യൂസ് ചെയ്തിട്ടാണ്. ഫൈനലി ദ യൂസസ് ഓഫ് ടിമ്പർ. ടിമ്പർ യൂസ് ഫോർ ഡോർ പാനൽസ് ഇസ്
banyan tree. Timber used for railway sleepers and packing box is deodar. Timber used for making toys is goa. Timber used for boat construction is jackfruit tree. Timber used for making musical instruments is jackfruit tree. Timber used for sports goods is mulberry and oak tree. Timber used for foundation piles, building structures is sal. Timber used for veneer, paper, flute, window blinds, fishing rods, ladders, scaffolding, carving, etc. is bamboo. Timber used for furniture, cabinet making is cherry tree. So that's all about part 4 of timber and also all about timber. So നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതോടൊപ്പം നമ്മുടെ ടിംബറിന്റെ 4 സീരീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. So thank you dear friends. See you in the next video with another topic. Take care. Bye bye.